ദിവ്യൻ ഹിൻ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കുറേ റിക്വസ്റ്റ് വന്നൊരു വീഡിയോയാണ്. റിലേഷൻഷിപ്പ് ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നോ കോണ്ടാക്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് പാർട്ട്ണറാകാം, നിങ്ങളുടെ ലവറാകാം, പിന്നെ സിബ്ലിങ്സ് ആകാം, അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരും ആകാം കേട്ടോ. ഈ ഒരു കറണ്ട് ഫീലിങ്സ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. പിന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ റെസൊണേറ്റ് ആകണമെന്നില്ല. റെസൊണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യവുമായി ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പം നമുക്ക് നോക്കാം എന്താണ് അവരുടെ സിറ്റുവേഷൻ നോക്കാം. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ളത് എന്താണ് എന്ന് കൂടി നോക്കാം. എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം. അത് ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്ഫർമേഷനാണ്. ഡിസെപ്ഷൻ ആൻഡ് എൻവി വന്നിട്ടുണ്ട്. ട്രയംഫാണ്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് വന്നിട്ടുണ്ട്. പിന്നെ പേഷ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. ഇതവരുടെ കറണ്ട് സിറ്റുവേഷൻ. ഇനി നമുക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. ബാലൻസ് ആണ്, യൂണിവേഴ്സാണ്, ദ വെയിറ്റിംഗ് ഗെയിം വന്നിട്ടുണ്ട്. ട്രാപ്ഡ് ആൻഡ് ഫിയറും വന്നിട്ടുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടും വന്നിട്ടുണ്ട്. സാക്രിഫൈസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇപ്പോൾ അവരൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അവിടെ പഴയ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിന്ന് അവർ ഒഴിവാക്കി എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് ദൈവമായിട്ട് ഒഴിവാക്കിയതായിരിക്കാം. അവരിപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ പഴയ ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, പഴയ കൂട്ടുകെട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അവർ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലോ, മീൻസ് കുറേ മറ്റാരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ ഓരോ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാതിരുന്നുവെങ്കിൽ അവർ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നു. അവർക്ക് കുറേയധികം കാര്യങ്ങൾ, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തരം ട്രാൻസ്ഫോർമേഷനാണ് അവർക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അവർ പഴയ വ്യക്തിയല്ല എന്ന് തന്നെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർട്സ് ആണ്. പിന്നെ നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർ മറ്റാരുടെയെങ്കിലും വാക്കുകൾ കേട്ട് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ, അവരത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ അവർ ഡയറക്ഷൻ മാറി വേറൊരു ദിശയിലേക്കാണ് ഇപ്പോൾ അവരത് നോക്കുന്നത്. അപ്പോൾ അവരുടേതായ ഒരു ബുദ്ധി കൊണ്ട് അവർ പല കാര്യങ്ങളും ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. സ്റ്റെബിലിറ്റി വന്നു എന്ന് കാണുന്നുണ്ട്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. നേരത്തെ മറ്റോ ആൾക്കാർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിയെ. പക്ഷെ ഇപ്പോൾ അവർ സ്വന്തമായിട്ട് പല കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നൈറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ഇത് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അവർ അവരുടേതായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മറ്റാരുടെയും ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഈ നിമിഷം ആ വ്യക്തിയുടെ
ജീവിതത്തിൽ ഇല്ല എന്നാണ് കാണുന്നത്. പിന്നെ ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ്. അപ്പോൾ ഇവർക്ക് കുറേ ശത്രുക്കൾ ഉണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ ശത്രുത ഇവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആരാണ് അവർക്ക് ശത്രുവായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇപ്പം നമുക്കറിയാമല്ലോ മറ്റുള്ള കുറേ ആൾക്കാർ ശത്രുക്കളായി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. അപ്പോൾ ആരാണ് ഈ അവസ്ഥയിൽ ഇവർക്ക് കുറേ ശത്രുതയും വൈരാഗ്യവും ഒക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഇവരോടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം. 2 swords ആണ്, പേജ് ഓഫ് സോഴ്സ് ആണ്, ഇത് 2 of cups ആണ്. ഇതിൽ ഇവർക്ക് ഇത് ഞാൻ ഒരു കാർഡ് കൂടി എടുത്ത് ഒന്നും കൂടെ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് ശത്രുത ഉണ്ടായിരുന്നത് നേരത്തെ ഇവർ അന്ധമായി വിശ്വസിച്ചിരുന്ന ആരോ ഒരു വ്യക്തിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുവായിരിക്കും ഈ സമയം ഇരിക്കുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ ഈ വ്യക്തി പറയുന്നതെല്ലാം ഈ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഇപ്പോൾ ആ ആള് ഒരു അന്ധതയിൽ നിന്നൊക്കെ മാറി അവർക്ക് കണ്ണു തുറക്കുന്നു, അവർക്ക് ഒരു വെളിച്ചം കിട്ടുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഇത് കൂടെ ബിസിനസ് ചെയ്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവർക്ക് ഇപ്പോൾ ശത്രുത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് ഒരു ശത്രുത ഉണ്ടായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. അപ്പം അതും ആ തരത്തിൽ അവർക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ 2 of cups വന്നിട്ടുണ്ട്. പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്ന ഒരു പ്രണയം, അല്ലെങ്കിൽ ഒന്നിലധികമോ എന്തായാലും ഒരു പ്രണയം അവർക്ക് ശത്രു ഉണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം 2 of cups ആണ്, അതൊരു യൂണിയൻ ആണ്. അപ്പോൾ പാസ്റ്റിൽ യൂണിയൻ ആയിരുന്ന ആൾക്കാർ, പാസ്റ്റിൽ ഇവരുമായിട്ട് സ്നേഹിച്ചിരുന്ന ആൾക്കാർ ഇപ്പം ഇവരുടെ ശത്രുവാണ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഇവരുടെ കൊളീഗ്സോ ഫ്രണ്ട്സോ ഒക്കെ ആവാം കേട്ടോ. ഇവരുമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാവാം. 2 of cups എന്ന് പറയുമ്പോൾ നമുക്കൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ള ആൾക്കാരും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഇവർക്ക് ശത്രുവാണ് എന്ന് കാണുന്നുണ്ട്. ഇവർ വളരെ സുഹൃത്തുക്കൾ എന്ന് വിചാരിച്ച് അവർ കൊണ്ടു നടന്ന ആൾക്കാർ ഇവർക്ക് ശത്രുക്കളാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടെ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും ഇവർക്ക് ശത്രുവാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ സമയം ഒരുപാട് ശത്രുക്കളുടെ ഒരു വലയം തന്നെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. ട്രയംഫാണ്. അപ്പോൾ പക്ഷേ എന്ത് തന്നെ ആയാലും അവർക്കൊരു സക്സസ് ആണ് എന്നാണ് കാണുന്നത്. അവർ സക്സസ്സിലേക്കാണ് പോകുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ അവർ തെറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരിക്കാം. പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും ആയിരിക്കില്ല, പല കാര്യങ്ങളിലും ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഏസ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ശരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ട് അവർ പാസ്റ്റിൽ ആ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും തെറ്റും ശരിയും വിവേചിച്ച് അറിയാൻ അവർക്ക് പറ്റുന്നുണ്ട്. അവർക്കൊരു ഇൻഡ്യൂഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഇൻഡ്യൂഷൻ ആണ്. അപ്പോൾ പാസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഉള്ളത് തിരുത്താൻ അവർക്ക് അവരുടെ മനസ്സിലുണ്ട്. ചെയ്തത് തെറ്റായിപ്പോയി, അത് തിരുത്തണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടായിരിക്കണം അവർക്ക് മുന്നോട്ടേക്ക് വിജയത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാലോ, തെറ്റ് പറ്റിയാലും തിരുത്താനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി എന്തായാലും മുന്നിലേക്ക് തന്നെ പോകും. അപ്പോൾ ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ അതിനോടുള്ളൊരു മത്സരത്തിൽ ഇവർ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ഇവർക്കൊരു ഡബിൾ എനർജി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇവരെ ബാധിച്ചിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ ചിന്തകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിലൂടെ ഒരു നെഗറ്റീവ് എനർജി, ഒരു ഇല്യൂഷൻ ഉണ്ടായിരിക്കും. ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്, അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നും അവർക്ക് ഒരു ട്രയംഫാണ്, ഒരു സക്സസ് ആണ് കാണുന്നത്. ആ ഒരു കാര്യമൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി അവർ മുന്നോട്ടേക്ക് പോകുന്നു വളരെ സ്പീഡിലെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി
അവരുടെ ലൈഫിൽ നിന്നും ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർക്കൊരു ഇൻഡ്യൂഷനൊക്കെ വരുന്നുണ്ട്. തെറ്റും ശരിയും ഒക്കെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. അവർ എന്തോ കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അവരുടെ പ്ലാനിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, അവരുടെ മനസ്സിൽ എന്താണുള്ളത്, അവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. എന്തോ കാര്യം അവർ പ്രതീക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യം കേൾക്കാൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊരു പുതിയ കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു കാര്യം, പക്ഷെ അത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് കപ്പാണ്. അവർ പ്ലാൻ ചെയ്യുന്നത് റിസ്കി ആണെങ്കിലും പാസ്റ്റിൽ നിന്നുള്ളൊരു കാര്യമാണ്. അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യം അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. തിരികെ അത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തിപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് റിസ്കിയാണ്. അവർ ഇത് എളുപ്പമല്ല, ഈസി അല്ല ഇവർ ഈ വിചാരിക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. കാരണം ഇത് പാസ്റ്റിൽ ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം, ഒരു ചീറ്റിംഗ് എനർജി ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ അവരത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം സംഭവിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻസ് ആണ്. അവരുടെ വളരെ ക്ഷമയോടെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അവരെന്തോ ഒരു കാര്യം ചെയ്തിട്ട് അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർ എന്തെങ്കിലും ഒരു എക്സാം എഴുതിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. നോക്കട്ടെ എന്താണ്. 6 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അതും വെയിറ്റിംഗ് ആണ്. സൺ കാർഡാണ്. അവരുടെ ജീവിതത്തിലുള്ള കുറേ നെഗറ്റീവ്സ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്സ് ഒക്കെ അവർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നതെന്നൊക്കെ അവർ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു ഡബിൾ എനർജി മാറിയിട്ട് അവരുടെ ലൈഫിൽ സൺ വന്നിട്ടുണ്ട്, ഒരു വെളിച്ചം വന്നിട്ടുണ്ട്, ഒരു പ്രകാശം വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അവർ തന്നെ ഇതിനൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം തെറ്റ് ആണ് ചെയ്തു പോയതെന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. 6 ഓഫ് വാൻഡ്സ് വളരെ എനർജറ്റിക് ആയിട്ട് അവർ കാത്തിരിക്കുന്നു, വളരെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നു, ശുഭവാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർ എന്തോ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മനസ്സുകൊണ്ട് അവർ വളരെ ഇപ്പോൾ ഡൗൺ ടു എർത്ത് ആയിട്ടുണ്ടായിരിക്കാം. മിസ്റ്റേക്സ് ഒക്കെ അവർ തിരുത്തിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും അവരുടെ ലൈഫിൽ ഇനി ഒരു നല്ല കാലമാണ് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. സൺ ഗാർഡ് ആയതുകൊണ്ടാണ് ഇരുട്ടൊക്കെ മാറി വെളിച്ചം വരുന്നുണ്ട്. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നിങ്ങളോടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് നോക്കാം എന്താണെന്ന്. ബാലൻസ് ആണ്, ഇതിൽ ടെമ്പറൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഇതൊരു ഏഞ്ചലിക് സപ്പോർട്ടുണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഇതിനകത്തുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി എടുക്കാം. നിങ്ങളെക്കുറിച്ച് കിങ് ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹത്തിലാണ് എന്ന് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്നേഹവും ഉണ്ട്, അതുപോലെ അവർ ആക്ഷൻ എടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹമുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ, അവർ മിസ്റ്റേക്സും ഇതിലെ നന്മയും തിന്മയും ഒക്കെ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് വളരെ വളരെ സ്നേഹത്തിലാണ് എന്ന് കാണുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. കിങ് ഓഫ് കപ്പാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തിൽ അവർ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ കിങ് ഓഫ് സോഡ് വന്നപ്പോൾ ശരിക്കും എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടിയ കാര്യങ്ങൾ ആ ഒരു ക്ലിയർ ആണ് എന്നുള്ളതാണ്. ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ശരിക്കും ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരാളാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഈ ബാലൻസ് വരുന്നത്. ഒരു ഏഞ്ചലിക് ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. ശരിക്കും ദൈവാധീനമുള്ള ഒരാളാണ് നിങ്ങളൊരു, ശരിക്കും നന്മയുള്ള ഒരാളാണെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. പിന്നെ വേൾഡാണ്, യൂണിവേഴ്സാണ്, വേൾഡ് കാർഡാണ്. അപ്പം നിങ്ങളാണ് അവരുടെ ഫുൾഫിൽമെൻറ്റ്. നിങ്ങളില്ലെങ്കിൽ ഒരു പൂർണ്ണത ഇല്ല എന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് തന്നെ ഒരു പൂർണ്ണതയാണ്. അപ്പോൾ അത് എന്തൊക്കെ കൂടി ആണെന്ന് നമുക്ക് നോക്കാം.
സിക്സ് ഓഫ് സോഴ്സ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്, ടവറാണ്. അപ്പോൾ ഇവർക്ക് പാസ്റ്റിൽ ഇതിലത് തന്നെയാണ് കാണുന്നത്. പാസ്റ്റിലുള്ള മിസ്റ്റേക്സ് ഒക്കെ അവർക്ക് തിരുത്താനുള്ളൊരു അവസരം തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. അതും സിക്സ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ അവർ വേറൊരു ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു പുതിയ ശാന്തമായ ഒരു തീരത്തേക്ക് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ഇനി ശാന്തതയോടെ കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുതന്ന പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം. പക്ഷെ ഇപ്പം എന്തായാലും പ്രസൻറ്റ് മൊമെൻറ്റിൽ അവർ മനസ്സിലാക്കിയ കുറേ സത്യങ്ങളുണ്ട്. അപ്പോൾ ആ സത്യങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പൂർണ്ണതയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളെയും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലൈഫ് പാസ്റ്റിൽ ഉണ്ടായിരുന്നത് പോലെ സ്ട്രഗ്ലിംഗ് അല്ല, പകരം വളരെ സേഫായിട്ട് സന്തോഷമായിട്ട് നിങ്ങളുമായിട്ട് ജീവിക്കണം, വേറൊരു സ്ഥലത്തേക്ക് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലാണ് താമസിക്കുന്നവർ, ഇപ്പോൾ വിവാഹിതരാണെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്ന് മാറി വേറൊരു വീട്ടിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കുറച്ചധികം ആൾക്കാരെങ്കിലും അങ്ങനെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറും, ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും സ്ഥലം ഒന്ന് മാറണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അപ്പോൾ ട്രാൻസ്ഫോർമേഷനാണ്. അവർ ശരിക്കും ഒരു പുതിയ ആളായി കഴിഞ്ഞു എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അവർ പഴയ പോലെ അല്ല, അവരൊരു പുതിയൊരു വ്യക്തിയായി കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. അവരുടെ പഴയ പല ഹാബിറ്റുകളും എൻ്റെ ആയി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അവർ ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ബാഡ് ഹാബിറ്റിലോ ഒക്കെ ഒരു അഡിക്ഷനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി അവർ ഒരു നല്ല വ്യക്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ വെയിറ്റിംഗ് ഗെയിമാണ്, 2 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നവർ ആലോചിക്കുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെ കൂടെ വേണം അവർക്ക്, പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ലെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇതിലവർക്ക് ഒരുപാട് പെയിൻ ഉണ്ട് എന്നാണ് കാണുന്നത്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് പെയിനോടുകൂടി വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അതൊരു റിഗ്രറ്റ് ആയിരിക്കാം, നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു കുറ്റബോധം ശരിക്കും ഉണ്ടായിരിക്കാം, ശരിക്കും റിഗ്രറ്റ് ഉണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അവർക്ക് സ്വപ്നത്തിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ച് വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊരു പാസ്റ്റിൽ ചെയ്ത ആ കാര്യങ്ങൾക്കുള്ള ഒരു കുറ്റബോധമായിരിക്കാം, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. 7 ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ ഇതും ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അവർ പേഷ്യൻസോട് കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു. ഇത് ധൃതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊരു ബോധം ഇപ്പോൾ അവരുണ്ടെന്ന് കാണുന്നുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. കാരണം അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ പറ്റും, ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, പക്ഷേ സമയമെടുക്കും എന്നറിയാം. അപ്പോൾ അവരത് ആ ഒരു എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 ഓഫ് പെന്റക്കിളാണ്. ഇതിൽ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ പലരും പറഞ്ഞ് അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഇനി അവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിലൊരു ഭയമുണ്ട് അവർക്ക്. അവരിങ്ങോട്ടൊന്ന് ഒരു അപ്രോച്ച് ചെയ്താൽ, നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയമുണ്ട്. പിന്നെ കുറച്ചൊരു ഈഗോയും ഉണ്ട്. അപ്പം നിങ്ങൾ റിജക്ഷൻ അവർ ഭയപ്പെടുന്നു. കാരണം ഇപ്പോഴും കുറച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ഈഗോയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് വരാൻ അവർക്കൊരു ഭയമുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ട്രാപ്പ് ആൻഡ് ഫിയർ ആണ്. ഒരു 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. എന്തോ ഒരു കാര്യത്തിൽ ഈ ഒരു കുറച്ച് ട്രാപ്ഡ് ആയ പോലെ പലപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ അവർക്ക് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം നമുക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവർക്ക് ഇത്രയും ടെൻഷൻ വരുന്നത് എന്ന് നോക്കാം. ഹൈറഫൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ
പല കാര്യങ്ങളും അവർക്ക് ഒരു സത്യമൊക്കെ വെളിവായിട്ട് എന്നാണ് കാണുന്നത്. കാരണം ഹയറഫൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. ഒരു പല കാര്യങ്ങളും സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വയം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വിഷമമാണ് തോന്നുന്നത്. കാരണം എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നുള്ളൊരു ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് അവർ ചെയ്ത കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവർ സ്വയം ഒരു ട്രാപ്പിൽ പെട്ടുപോയ, അല്ലെങ്കിൽ സ്വയം ഒരു ജയിലിൽ ഉള്ളിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഇത് മറ്റുള്ളവരെ ഒരു ട്രാപ്പിൽ പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതാണെന്ന് നോക്കാം. അപ്പോൾ 8 ഓഫ് കപ്സ് ആണ്. ചില കാര്യങ്ങൾ അവർ വിട്ട് കളയുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ വിട്ട് കളഞ്ഞ് മുന്നോട്ട് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വിട്ട് കളയാൻ അവർക്ക് പറ്റാത്ത വണ്ണം ചില സമയം അവർക്കൊരു ട്രാപ്ഡ് ഫീലും ഉണ്ട്. കാരണം ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. അവർക്ക് മുന്നോട്ട് പോകണം, വിട്ട് കളയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു ചില ആൾക്കാർക്ക് ഇതൊരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ്. കാരണം മുന്നോട്ട് പോയാൽ തേർഡ് പാർട്ടി എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അവരെ ഭയക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ സാക്രിഫൈസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സാക്രിഫൈസ് അവർ അതിനൊരു വില തരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അത്രയും ത്യാഗം സഹിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് നോക്കാം അതെന്താണെന്ന്. ശരിക്കും ഇപ്പോഴും അവർ നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു. നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വിട്ടുകളയാൻ അല്ലെങ്കിൽ മറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാണെങ്കിലും, എന്തൊക്കെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെങ്കിലും, എത്ര വൈരാഗ്യപൂർവ്വം പെരുമാറിയിട്ടുണ്ടെങ്കിലും ആ സ്നേഹം എന്ന് പറയുന്നത്, ഉണ്ടായിപ്പോയൊരു സ്നേഹം ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് സിൻസിയർ ആയിട്ടുള്ളൊരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിലുള്ളതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊരിക്കലും ഒരു ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമായിരിക്കില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ പലരും പല തെറ്റുകളിലേക്കും പോയതായിരിക്കാം. അത് അങ്ങനെയാണ് ഇതിൽ സംഭവിച്ചതെന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് വരണം എന്നവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. പിന്നെ ഇതിപ്പോൾ നിങ്ങളോടൊരു അഡിക്ഷൻ പോലെ അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡബിൾ കാർഡ് വന്നത് അങ്ങനെയാകാം. ഒരു അഡിക്ഷൻ ഈ സമയം അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തയും അവർക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനും നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.